ഹലോ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ചെയ്ത ജോലികൾ കാണിക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മണിക്ക് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയായപ്പോൾ കിച്ചണിനകത്ത് വന്നപ്പോൾ ഇന്നലെ അരച്ചു വെച്ചിരുന്ന മില്ലറ്റും ഉഴുന്നും കൂടെ അരച്ചു വെച്ചിരുന്നതാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി. അത് ശരിക്കും അങ്ങ് മാവ് പൊങ്ങിയിട്ടുണ്ട്. മാവിനൊട്ടും പുളി വന്നിട്ടില്ല. ഇത് ശരിക്കും അങ്ങ് പൊങ്ങി വന്നതേ ഉള്ളൂ. ഇനി അത് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അതിന് ഞാൻ എളുപ്പം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഇഡ്ഡലി പാത്രം വെച്ചു. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇതൊന്ന് പൊങ്ങി വന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് സമയം കൂടെ കൊടുത്തപ്പോഴാണ് അങ്ങനെ പൊങ്ങി വന്നത്. നമ്മൾ പൊങ്ങി വന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൊടുത്താൽ മതി. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി മാത്രമല്ല, ഞാൻ കുറച്ച് മാവും കൊണ്ട് 1-2 ദോശയും കൂടെ ഉണ്ടാക്കാമോ എന്ന് നോക്കി. പക്ഷേ ദോശ ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് പക്ഷേങ്കിൽ ഇഡ്ഡലി ആയിരുന്നു. ഇനിയും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ചെറിയൊരു സാമ്പാർ വെക്കുവാണ്. തക്കാളിയും ഉള്ളിയും കൂടെ മാത്രം ഇട്ടത് സാമ്പാർ. ഗ്രീൻ പീസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്, പച്ചപ്പരിപ്പ്. ആദ്യം ഞാൻ ഓയിൽ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ച് നമ്മുടെ തക്കാളി നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സ്വല്പം ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പിടുവാണ്. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. ഒരു കഷ്ണങ്ങളില്ലെങ്കിൽ തന്നെ നമുക്കിത് ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെ ഈ സാമ്പാർ കൂട്ടി കഴിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, സാമ്പാർ പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്. ഞാൻ വെറുതെ വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. പക്ഷെ പച്ച നിറത്തിലുള്ള പരിപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വഴറ്റിയതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സ്വല്പം പുളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് അത്ര പുളി പോരാന്ന് എനിക്ക് തോന്നി. സ്വല്പം സാധാരണ വാളംപുളിയും കൂടെ ചേർത്തു. പുളി ജ്യൂസ് വാങ്ങിക്കുന്നത്. പിന്നെ പരിപ്പും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും. ഒരു സ്വല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇഡ്ഡലി കഴിക്കുവാണ്. ഇഡ്ഡലി കാണിക്കാൻ പോവുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടും പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഞാൻ സാമ്പാർ കൂട്ടിയാണ് കഴിക്കുന്നത്. സാമ്പാറും റെഡിയായി. ഉണ്ടോ, ഇഡ്ഡലിയും റെഡിയായി. ആ സമയത്തെല്ലാം ഇടയ്ക്ക് ഞാൻ ചിക്കൻ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കുവാണ്. അത് ചിക്കനും ഇവിടെ റെഡിയായി. ഞാൻ ലാസ്റ്റിലാണ് മല്ലിയില ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ സിങ്ക് നമ്മുടെ നിറയുമല്ലോ. സിങ്ക് പാത്രം കഴുകാൻ വേണ്ടി നിറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകാനാണ് എൻ്റെ പണി. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പണിയാണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് സിങ്ക് കഴുകാൻ അപ്പോഴത്തേക്ക് സിങ്കിലങ്ങ് നിറയും പാത്രങ്ങൾ. അത് പിന്നെ എനിക്കാണെങ്കിൽ അത് ഒത്തിരി കൂടിക്കഴിഞ്ഞ് എനിക്ക് കാണാനൊക്കത്തില്ല. അത് ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് പറക്കി ക്ലീൻ ചെയ്ത് അത് എന്നിട്ട് തുടച്ചൊക്കെ വെച്ചതിന് ശേഷം സിങ്കും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമാധാനമാവും. പിന്നെയും കുക്കിംഗ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് ആദ്യത്തെ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടിനി ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മുടെ സിങ്ക് ഇങ്ങനെ നിറയും. എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് ഈ പാത്രം കഴുകുന്ന പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയും കുക്കിംഗ് ഒക്കെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന നല്ലൊരു പണി തന്നെയാണ്. അതിനി നാട്ടിലാണെങ്കിലും കൊള്ളാം, അമേരിക്കയിലാണെങ്കിലും കൊള്ളാം, എല്ലാം സെയിം തിങ് തന്നെയാണ്.
അത് കഴിഞ്ഞിട്ട് ഇനി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ഏത്തയ്ക്ക വാങ്ങിച്ച് വെച്ചിരുന്നു മണ്ടയിൽ. ഇപ്പോൾ 5-6 ദിവസം കൊണ്ട് ശരിക്കും പഴുത്തു. ഇനി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അടുത്തത്. അതുണ്ടാക്കി വേണ്ട നല്ല ടേസ്റ്റോടും ക്രിസ്പിയായിട്ടുമുള്ള നമ്മുടെ നല്ല മധുരമുള്ള ഏത്തയ്ക്കാപ്പം. ഞാൻ മധുരമൊക്കെ ചേർത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത സിങ്ക് നിറഞ്ഞു. ഇനി അതും കഴുകിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ റൈസ് വെച്ചു. നല്ല ടേസ്റ്റോട് കൂടിയ ടൊമാറ്റോ റൈസായിരുന്നു വെച്ച്. ടൊമാറ്റോ ലെമണും കൂടെ ചേർത്തുള്ള റൈസ്. അങ്ങനെ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇനി പപ്പടം പൊള്ളിക്കാൻ പോവാണ്. പപ്പടം പൊള്ളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല. സാലഡ് ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് തന്നെ പപ്പടം പൊള്ളി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കുവാണ്. ഭയങ്കര മെസ്സപ്പായിരുന്നു. ഇത്രയും കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ക്ലീനിങ് തന്നെ ഉണ്ടായിരുന്നു. 11:15 കണ്ട സമയം. അടുപ്പും വൃത്തിയാക്കി നമ്മുടെ സിങ്കും വൃത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പണികളെല്ലാം ഏകദേശം 3/4 ഒതുങ്ങി. ഇനിയും പപ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിനിയും ഓവൻ്റെ അകത്താണ് പപ്സ് വെക്കുന്നത്. നമ്മുടെ സ്റ്റൗ ടോപ്പിലൊന്നും യാതൊരു പരിപാടിയില്ല. വേണ്ട നമ്മൾ നല്ല ഗോൾഡൻ നിറത്തിലുള്ള നമ്മുടെ പപ്സ് ഇവിടെ റെഡിയായി. ബീഫ് പപ്സ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. രാവിലെ ഞാനിവിടെ ഉണ്ടാക്കിയ ഓവൻ്റെ അകത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഹാപ്പി ന്യൂ ഇയറിന് രാവിലെ എഴുന്നേറ്റ് തന്നെ മില്ലറ്റിൻ്റെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മില്ലറ്റ് ഇഡ്ഡലി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയും ടൊമാറ്റോയും കൂടെ ചേർത്ത സാമ്പാർ. ഉള്ളി സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. തേങ്ങാപ്പാലൊക്കെ ചേർത്ത ചിക്കൻ കറി. പിന്നെ വേണ്ട ഏത്തയ്ക്കാപ്പം. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ റൈസ് വെച്ചു. നല്ല ടേസ്റ്റോട് കൂടിയ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സാലഡുണ്ട്. ചിക്കൻ കറി പിന്നെ പപ്പടം. ഇത്രയും കൂട്ടിയാണ് നമ്മൾ ടൊമാറ്റോ റൈസ് കഴിക്കാൻ പോകുന്നത്. പിന്നെ വേണ്ട നമ്മുടെ ബീഫിൻ്റെ പപ്സ് ഉണ്ട്. നല്ല കാണാനും കഴിക്കാനും ഭംഗിയായിട്ടുള്ള നമ്മുടെ ബീഫ് പപ്സ്. ഇത്രയുമാണ് ഞാൻ ഇന്ന് ന്യൂ ഇയറിനുണ്ടാക്കിയ വിഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു 12:30 മണിയായിട്ടേ ഉള്ളൂ. രാവിലെ 6 മണി തൊട്ട് ചെയ്ത പണികളാണ് ഇത്രയും നേരം എൻ്റെ ന്യൂ ഇയർ വിഭവങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു. ബൈ.